ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ആക്ച്വലി ഇന്ന് RBI ഗ്രേഡ് ബി എക്സാമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് റിസർവ് ബാങ്കിലേക്കുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ ഈ ഒരു എക്സാം ത്രൂ അതായത് ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് മാനേജർ തൊട്ട് ഭാഗ്യമുണ്ടെങ്കിൽ റിട്ടയർ ആകുമ്പോൾ ഗവർണറായിട്ട് റിട്ടയർ ചെയ്യാം. അത്രയും ടോപ്പ് മോസ്റ്റ് പവർഫുൾ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു എക്സാമാണ് RBIയുടെ ഗ്രേഡ് ബി എക്സാം. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പോസ്റ്റ് ഗ്രേഡ് ബി ലെവൽ ഓഫീസർ പോസ്റ്റാണ്. വൺ ഓഫ് ദി ടഫസ്റ്റ് ബാങ്കിങ് എക്സാം ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം. ഫേസ് 1, ഫേസ് 2, അവസാനം ഫേസ് 3 ഇൻ്റർവ്യൂ. എലിജിബിലിറ്റി 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള ആർക്കും എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ജനറൽ കാറ്റഗറിക്ക് മിനിമം ഒരു 60% മാർക്ക് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. SC ST ആണെങ്കിൽ 50%. പിന്നെ DEPR, DSIM തുടങ്ങിയിട്ടുള്ള സെപ്പറേറ്റ് പോസ്റ്റിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റ് വേണമെന്ന് നിർബന്ധമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് RBIയിൽ ഒരു അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത് മാനേജർ, ഗവർണറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രം മതി. ജനറൽ കാറ്റഗറിക്ക് ഒരു 60%, SC STക്ക് 50% ഒരു ഡിഗ്രി മാത്രം മതി. ഇനി നിങ്ങൾക്ക് DEPR, DSIM തുടങ്ങിയിട്ടുള്ള വേറെ പോസ്റ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെലക്ഷൻ വേണമെങ്കിൽ മാത്രം ഇക്കണോമിക്സ് സ്റ്റാറ്റ് വേണമെന്നുണ്ട്. അല്ലാതെ ജനറൽ ആയിട്ടാണെങ്കിൽ ഗ്രാജുവേഷൻ ധാരാളമാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എക്സാമിൻ്റെ പാറ്റേൺ ആദ്യം ഫേസ് 1 ആണ്. ഒബ്ജക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ MCQ ടൈപ്പ് എക്സാമാണ്. ഒരു ചോദ്യം, 4 ഓപ്ഷൻസ്, അതൊന്ന് പിക്ക് ചെയ്യണം. 200 മാർക്ക്, മൊത്തം 200 മാർക്ക്. അതേപോലെ 120 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ജനറൽ അവയർനെസ്, നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, ബാങ്കിങ് റിലേറ്റഡ് സബ്ജക്റ്റും പിന്നെ കറണ്ട് അഫെയർസൊക്കെ കൂടി ഒരു 80 മാർക്ക് ഉണ്ടാവും. ക്വാണ്ട് മാത്സ് 30 മാർക്ക് കുറച്ചേ ഉള്ളൂ. റീസണിങ് 60 മാർക്ക് കുറച്ചേ ഉള്ളൂ. ഇംഗ്ലീഷ് ഉണ്ടാവും 30 മാർക്കിൻ്റെ. കട്ട് ഓഫ് ഡിപ്പെൻസ് ആണ്, എല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. പേപ്പർ 2 റിട്ടൺ എക്സാം, കൈ കൊണ്ട് എഴുതണ്ട, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. പേപ്പർ 1 ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. നമ്പർ 2 ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽ ടെസ്റ്റ് ചെയ്യും. 3 ഫിനാൻസ് റിലേറ്റഡ് കുറച്ച് മോണിറ്ററി പോളിസി എന്താണ്, മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ്, ഫിസിക്കൽ പോളിസി, ഗവൺമെൻറ് ബജറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അവസാനം ഒരു 50 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ഇതിൽ സിലബസ് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന സിലബസ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടൊന്നുമല്ല. ജനറൽ അവയർനെസ്, കറണ്ട് അഫെയർസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ന്യൂസ്, RBI റിപ്പോർട്ട്, പിന്നെ ഇക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള കുറച്ച് പാർട്ട് അവിടെ ഉണ്ടാവും. പിന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്ത്യൻ ഇക്കോണമി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ഇക്കോണമി ബേസ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്കിങ്ങിലേക്കുള്ളൊരു എക്സാം അല്ലേ. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ്, അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ എക്സാം അടക്കം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 100% സിലബസ് കവർ ചെയ്യുന്നുണ്ട്. ഒരു മന്ത്ലി 500 റുപ്പീസ് മാത്രം ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ആൻഡ് ടെലിഗ്രാംസ് ഉണ്ട്. ജോയിൻ ചെയ്ത് അഡ്മിനായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യു ക്യാൻ പ്രിപ്പയർ. അൾട്ടിമേറ്റ്ലി BCom സ്റ്റുഡൻസിനാണെങ്കിലും അതിപ്പോൾ വേറെ ഏതെങ്കിലും സയൻസ് റിലേറ്റഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് RBIയുടെ ഗ്രേഡ് ബി എക്സാം എന്ന് വെച്ചാൽ. ഓക്കെ, സോ സാലറി ഒക്കെ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓൾമോസ്റ്റ് 1 lakh പ്ലസ് ഉണ്ടാവും. ഇത്രയും നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പോസ്റ്റിലേക്കുള്ള സെലക്ഷനാണിത്. മിസ് ചെയ്യരുത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാച്ചിലേക്ക് ഫീ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ.